ജീലാനിയതാ ഈ ലോകത്തുള്ള യഥാർത്ഥമായ ദീൻ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് വഫാത്തായി പോയി. പിൽക്കാലത്തതാ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായി. അത് ശൈഖ് ജീലാനി ആവശ്യപ്പെട്ടതല്ല, ജീലാനി അത് ആവശ്യപ്പെട്ടതല്ല. നിങ്ങൾ എന്നെ വിളിച്ച് 1000 വട്ടം തേടിയാൽ അജബ്തുഹു മുസ്രിഅൻ, ഞാൻ നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ശൈഖ് ജീലാനി ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ എത്രയോ ആളുകളുടെ പേരിൽ ആളുകൾ പലതും പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതിനൊന്നും മഹാന്മാർ ഉത്തരവാദികളല്ല. നാം പറയുകയാണ് ജനങ്ങളോട്, യേശുവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോകരുത് മനുഷ്യരെ, കന്യാമറിയമേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോകരുത് മനുഷ്യരെ എന്ന് പറയുമ്പോ അത് ഈസാ നബിയെ ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല, മറിയം ബീവിയോട് ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല, അവരോട് ബഹുമാനമുള്ളത് കൊണ്ടാ പറയുന്നത്. കാരണം അവരൊക്കെ പറഞ്ഞത് എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. അപ്പോൾ അവർ ഈ ലോകത്ത് പകർന്നു തന്ന ശരിയായ ആശയമാണ് നമ്മൾ പറയുന്നത്. അതാണ് അവരോടുള്ള ശരിയായ മഹബത്ത്. ഇതേപോലെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഒരിക്കലും ജനങ്ങളോട് നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞോളൂ എന്നവിടുന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെയും ആളുകൾ കെട്ടിയുണ്ടാക്കിയ മാലകളിലും മാലപ്പാട്ടുകളിലും മൗലിദ് കിതാബുകളിലുമൊക്കെ ആളുകൾ കെട്ടിയുണ്ടാക്കിയ ചില കഥകൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹീദ്ദീൻ ശൈഖിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. മഹാനായ ഈ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവല്ലേ. നമ്മളൊക്കെ നമ്മളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ഞാനും നിങ്ങളുമൊക്കെ സ്നേഹിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെയല്ലേ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ മഹബത്തല്ലേ. കണ്ടോ, ആ പേര് കേൾക്കുമ്പോ മുസ്ലിമിന്റെ ചുണ്ടിൽ നിന്ന് സ്വലാത്ത് ഒഴുകുകയാണ്. ആ നബി തങ്ങളുടെ പേര് എഴുതുമ്പോൾ അതാ സ്വലാത്ത് എഴുതാതെ ആ പേരെഴുതാൻ കഴിയുമോ? കേവലം ഒരു മുഹമ്മദാണോ, കേവലം ഒരു മുഹമ്മദ് എന്നാണോ പറയുന്നത്? ആ പേരതാ 5 നേരം മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ നിന്ന് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 2 തവണ അങ്ങ് പറഞ്ഞു കേട്ട ഉടനെ പിന്നേതാ വിളിച്ചു പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ലോകത്ത് മുഴുവനും അതാ പേര് കേട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എവിടെയാണ് ആ പേര് കേൾക്കാത്തത്? ലോകത്തെവിടെയാണ് ആ ശബ്ദം മുഴങ്ങാത്തത്? ആർക്കാണ് ആ ശബ്ദം കേട്ട് പരിചയമില്ലാത്തത്? ശത്രുക്കൾ വരെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അതാ പുസ്തകം എഴുതിയപ്പോ, ലോകം കണ്ട ഏറ്റവും വലിയ നേതാക്കളെ എണ്ണാൻ നോക്കിയപ്പോ അവർക്കും ഒന്നാമനായി കാണാൻ കഴിഞ്ഞത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെ. അത്രത്തോളം അവിടുത്തോടുള്ള മഹബത്ത് നമ്മുടെ മനസ്സിലുണ്ട്. അവിടുന്ന് പറഞ്ഞതിനെതിരെ ബാപ്പ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുമോ? അവിടുന്ന് പറഞ്ഞതിനെതിരെ ഉമ്മ പറഞ്ഞാൽ നമ്മൾ ആ ഉമ്മാനെ സ്വീകരിക്കുമോ? അവിടുന്ന് പറഞ്ഞതിനെതിരെ നാട്ടുകാർ മുഴുവനും പറഞ്ഞാൽ നമ്മളത് വകവെക്കുമോ? കാരണം അവിടുന്ന് പഠിപ്പിച്ചു തന്നത് നിങ്ങളിൽ ഒരാളും വിശ്വാസിയായി തീരുകയില്ല ഏതുവരെ ഹത്താ കൂന അഹബ്ബ ഇലൈഹി ബിവാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും തന്നെ തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ, ഞാൻ ഒരാൾക്ക് പ്രിയപ്പെട്ടവനായി തീരുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനല്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ് നിങ്ങൾ ഈ കേട്ടത്. അത്രത്തോളം നമ്മൾ അവിടുത്തെ സ്നേഹിക്കേണ്ടതുണ്ട്. അവിടുത്തെ ബഹുമാനം പറഞ്ഞാൽ തീരില്ല, അവിടുത്തെ ബഹുമാനം പറഞ്ഞാൽ അവസാനിക്കില്ല. അതെത്ര മണിക്കൂറുകൾ പറഞ്ഞാൽ അവിടെ അവസാനിക്കുക? ഈ ലോകത്ത് അതുപോലെ ഒരു മനുഷ്യൻ വന്നിട്ടില്ല, ഇനി വരാനുമില്ല. നാളെ പരലോകത്തതാ അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കാൻ അവസരം കിട്ടുന്നത് മനുഷ്യരുടെ കൂട്ടത്തിൽ അതാ ലോകത്ത് എത്രയോ മനുഷ്യന്മാർ കഴിഞ്ഞുപോയില്ലേ, ഇനി എത്രയോ ആളുകൾ ലോകത്ത് ജനിക്കാനിരിക്കുന്നില്ലേ. അതാ എല്ലാവരും മരിച്ചുപോയിട്ട് അതാ അവസാനം അല്ലാഹുവിന്റെ കോടതിയിലേക്ക്
റബ്ബിലേക്ക് ഞാനും നിങ്ങളും അടങ്ങുന്ന ജനകോടികൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന നാളിൽ ആദ്യമായി ഖബർ പൊട്ടി പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നത് ഞാനായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. മഹ്ശറിലേക്ക് പോകുന്ന ഒന്നാമത്തെ നേതാവ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നുവോ? അതാ സ്വർഗമതാ ഒരുക്കി വെക്കപ്പെട്ടിരിക്കുകയല്ലേ. ആ സ്വർഗത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കാൻ അവസരം കിട്ടുന്ന നേതാവ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയാണ്, ആതീ ബാബൽ ജന്നത്തി യൗമൽ ഖിയാമ. അതാ ഖിയാമത്ത് നാളിൽ ഞാനിങ്ങനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഇങ്ങനെ പോയി നിൽക്കും. എന്നിട്ട് ആ വാതിലിങ്ങനെ മുട്ടും. തുറക്കാൻ ആവശ്യപ്പെടുമ്പോ അതാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാണ്, ആരാണ് താങ്കൾ? ഫഖൂലു, അപ്പോൾ ഞാൻ പറയും മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ് എന്ന് പറയുമ്പോ മലക്കിന്റെ മറുപടി എന്താണ്? ഉമിർതു ബിക ഉമിർതു ലാ അഫ്തഹു ലിഅഹദിൻ ഖബ്ലക. എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് നബിയെ, അങ്ങേക്ക് മുമ്പ് ഒരാൾക്കും ഈ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കല്ല. അതെന്നോട് കൽപ്പനയുണ്ട്. നിങ്ങൾക്ക് ആദ്യമായി സ്വർഗകവാടം തുറന്നു തരാവൂ എന്നോട് കൽപ്പനയുണ്ട്. അങ്ങനെ അതാ സ്വർഗലോകത്തിന്റെ വാതിൽ തുറന്നിട്ടതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പുന്നാര നേതാവ് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സ്വർഗത്തിലെത്താൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്യുക. റഹ്മാനായ നാഥൻ അവിടുത്തോടൊപ്പം സ്വർഗത്തിലെത്തിച്ചേരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആ നബിതങ്ങളെ മാത്രം നിങ്ങൾ നോക്കൂ. ഖുർആനിൽ ഒരിടത്തും നബിതങ്ങളെ പേരെടുത്ത് വിളിക്കുന്നില്ല. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, ആദം നബിയെ ആ ആദം എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട് ഖുർആനിലൂടെ. യാ നൂഹ് എന്ന് ഖുർആനിലൂടെ വിളിയുണ്ട്. യാ മൂസാ എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. യാ ഈസാ എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. അങ്ങനെ എത്രയോ പ്രവാചകന്മാരെ യാ ദാവൂദ് എന്ന് വിളിയില്ലേ ഖുർആനിൽ? യാ ഇബ്രാഹിം എന്നുള്ള ഖുർആനിലൂടെ വിളിച്ചിട്ടില്ലേ? അതേ അവസരത്തിൽ വിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ, സൂറത്തുകൾ നിങ്ങൾ എവിടെ വേണമെങ്കിൽ പരിശോധിച്ചു നോക്കൂ. ഒരൊറ്റായത്തിലും യാ മുഹമ്മദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ടില്ല. മറിച്ച് അവിടുത്തെ സ്ഥാനപ്പേരിലൂടെ യാ അയ്യുഹൻ നബിയു, ഓ നബിയേ, യാ അയ്യുഹർ റസൂലു, ഓ റസൂലേ. കണ്ടോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ ഒരു പ്രത്യേകമായ സ്ഥാനമാണ്. അല്ലാഹു ആരെയും പേരെടുത്ത് വിളിക്കുന്നത് തെറ്റല്ല, ഒരു നിലക്കുള്ള സ്ഥാനക്കുറവുമല്ല. പക്ഷേ നബിതങ്ങളോടുള്ള ഒരു പ്രത്യേകമായ ആ ഒരു സ്ഥാനമതാ, അത് അമ്പിയാക്കൾ അങ്ങനെ തന്നെയല്ലേ. എല്ലാ അമ്പിയാക്കന്മാരും മഹാന്മാരാണ്. ഒരു നബിയെയും നമ്മൾ വില കുറച്ച് കാണിക്കുന്നില്ല. ഒരു നബിയെയും നമ്മൾ ബഹുമാനിക്കാതിരിക്കാൻ പാടില്ല. എല്ലാ നബിമാരിലും നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാവരും മഹാന്മാരാണ്. എല്ലാവരും പാപം ചെയ്യാത്ത കറകളഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായ പരിശുദ്ധന്മാരാണ്. അതേ അവസരത്തിൽ അത് നമുക്ക് പഠിപ്പിച്ചു തന്ന അല്ലാഹു തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ. അമ്പിയാക്കൾ, പ്രവാചകന്മാർ, അവർക്ക് ചിലരേക്കാൾ ചിലർക്ക് നാം ചില ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയല്ലേ ഖുർആനിൽ പേര് വന്നത് 25 നബിമാരാണെങ്കിൽ അതിൽ ഉലുൽ അസ്മുകൾ എന്ന പേരിൽ മഹാന്മാരായ 5 ആളെ നമ്മൾ വിശ്വസിക്കുന്നു. അവരുടെയും നേതാവാണ്, എല്ലാവരുടെയും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം നൽകിയ ആ നബിയെ നമുക്കിവിടെ നിന്ന് യാ മുഹമ്മദ് എന്ന് വിളിക്കാമോ? സഹാബിമാര് വരെ ധൈര്യപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരൊറ്റ സഹാബിയും നബി തങ്ങളുടെ അടുത്ത് പോയിട്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കാനും പാടില്ലല്ലോ. നിങ്ങൾ തമ്മിൽ വിളിക്കും പോലെ നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിക്കരുതെന്ന് ഖുർആനിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ യാ മുഹമ്മദ് എന്ന് വിളിച്ചുകൂടാ. എന്നാൽ ജീവിതകാലത്ത് സഹാബത്ത് ധൈര്യപ്പെടാത്ത ആ ഒരു വിളി